ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ദുൽഖർ അടക്കമുള്ള വാഹന ഉടമകളെ ചോദ്യം ചെയ്യാൻ ഇഡി. ദുൽഖറിന് പുറമെ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവർക്കും ഇഡി സമൻസ് അയക്കും. റെയ്ഡിൽ വാഹന ഇടപാടുകളുടെ നിർണായക രേഖകൾ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. വാഹന ഉടമകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഉൾപ്പെട്ടവർ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കടത്തിയെത്തിച്ച വാഹനങ്ങളുടെ ഉടമകളിൽ പലരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമല്ലെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഉടൻ യോഗം ചേരും. അജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അജ്ഞ, ഈ താരങ്ങളുടെ കുരുക്ക് മുറുകുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇഡി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ചെന്നൈയിലുള്ള ദുൽഖറിനെ ഇളംകുളത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രേഖകൾ ആവശ്യപ്പെട്ടതും കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ചതും അടക്കം. ദുൽഖറിന്റെ 3 വീടുകളിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ ദുൽഖർ സൽമാൻ, അതുപോലെ പൃഥ്വിരാജ്, അതുപോലെ അമിത് ചക്കാലക്കൽ തുടങ്ങിയ നടന്മാർ ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ്, നടന്മാരുടെ വീടുകൾ ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ഇഡി പരിശോധന നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫെമ നിയമലംഘനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്, ഫെമ ചട്ടപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്, അതായത് കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ഇഡി പ്രതികരിച്ചതും. അതുകൊണ്ട് തന്നെ ഇഡി കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ കുറച്ച് രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അത് പരിശോധിച്ച ശേഷം ദുൽഖർ സൽമാനും അതുപോലെ അമിത് ചക്കാലക്കലിനും പൃഥ്വിരാജിനും ഒക്കെ നോട്ടീസ് നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് ഇഡിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ആയിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഇഡിയുടെ വ്യാപക പരിശോധന വരുന്ന ഒരു സാഹചര്യം തന്നെ വന്നത് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇഡി എന്തുകൊണ്ട് ഇടപെടുന്നില്ല, ഇഡിക്കും ഈ കേസിൽ ഇടപെടാം, ഇഡി ഇടപെടുമല്ലോ എന്നൊരു ചോദ്യത്തിന് ശേഷമാണ് ഇഡി നേരിട്ട് ഈ കേസ് ഏറ്റെടുക്കുന്നതും ഇത്തരം പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ തന്റെ ഈ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് കോടതി കസ്റ്റംസിനോട് വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കസ്റ്റംസ് കോടതിയെ അറിയിച്ചത് മറ്റു 2 വാഹനങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ പരാതിയുമായി വരാത്തത്, പരാതി ഉന്നയിക്കാത്തത് എന്നൊരു ചോദ്യം കൂടി കസ്റ്റംസ് ചോദിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഈ ലാൻഡ് റോവർ ഡിഫൻഡറിന് മാത്രമാണ് ദുൽഖറിന് പരാതിയില്ലാത്തത്, അതിന്റെ രേഖകളെല്ലാം താൻ കൃത്യമായി കൊടുത്തിരുന്നു എന്ന് കോടതിയിൽ ദുൽഖർ സൽമാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കൃത്യമായിട്ട് ആ വാഹനം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം എന്താണ്, കഴിയുന്നില്ലെങ്കിൽ അത് കൃത്യമായി ഇറക്കി ഉത്തരവിറക്കണം, മെൻഷൻ ചെയ്ത് ഉത്തരവിറക്കണമെന്നും കോടതി പറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഈ ഓപ്പറേഷൻ മുക്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയിരിക്കുന്ന പരിശോധനയുടെ പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയും പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഫെമ ചട്ടനിയമം ലംഘിച്ചു എന്നുള്ളത് അടക്കം ആണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഹവാല ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുപോലെ പൃഥ്വിരാജിന് തേവരയിലെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ കൊച്ചിയിലെ വീട്ടിലും ഇഡി പരിശോധന നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ECIR, അതായത് നമ്മൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഇഡി രജിസ്റ്റർ ചെയ്യുന്ന ECIR ആണ്. ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ രേഖകൾ പിടിച്ചെടുത്ത ശേഷം ഇവർക്ക് നോട്ടീസ് നൽകി അതിനുള്ള മറുപടി ലഭിച്ച ശേഷമായിരിക്കും, അതല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർക്ക് നോട്ടീസ് അതായത് ഉടൻ തന്നെ ഇഡി സമൻസ് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഡിയുടെ ഇന്ന് തന്നെ യോഗം ചേർന്ന ശേഷമായിരിക്കും, ഈ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സമൻസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അതുമാത്രമല്ല ഈ വാഹന ഉടമകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കാൻ ഇഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവര് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ അങ്ങനെ ഒരു ഊഹമാണ് ഇഡിക്കുള്ളത്. അത് മാത്രമല്ല കടത്തിയെത്തിച്ച വാഹനങ്ങളുടെ ഉടമകളിൽ പലരിലും സാമ്പത്തിക സ്രോതസ് സുതാര്യമല്ലെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം കസ്റ്റംസിന്റെ നുംഖോർ ഓപ്പറേഷനിലാണ് ഇതിന്റെ എല്ലാം തുടക്കം. അതിന് പിന്നാലെ ഇപ്പോൾ കള്ളപ്പണ ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇഡിയുടെ ഇടപെടൽ വന്നിട്ടുണ്ട്. അതിന് പിന്നാലെ ഇനിയിപ്പോൾ ഇൻകം ടാക്സ് കൂടി ഇതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള സൂചന കൂടി ഉണ്ടല്ലോ.
തീർച്ചയായിട്ടും ആദായനികുതി വകുപ്പും കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയെത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ടാക്സ് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ വാഹന ഉടമകളുടെ സാമ്പത്തിക സ്രോതസ് സുതാര്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് മാറുക. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിലെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇ ഡി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് താരങ്ങളുടെ. ഉടൻ തന്നെ സമൻസ് അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.